നമസ്കാരം. എല്ലാ ബിസിനസ് ഓണേഴ്സിനും ബിസിനസ് പഠിക്കുന്നവർക്കും ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ ബിസിനസിന്റെ അനന്ത സാധ്യതകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗുണകരമായി മാറുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതിനൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി എന്നതാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് 5 മുതൽ 6 മുതൽ 10 വരെയുള്ള കാര്യങ്ങളെ പറ്റി എന്ന് പറഞ്ഞു. കാരണം വീഡിയോന്റെ ലെങ്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് വെക്കാനാണ് ഞാൻ ശ്രമിച്ചു. കാരണം ബിസിനസ് ആൾക്കാരാണ്, നമുക്ക് കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാനില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അല്ല ഓക്കെ ലെങ്ത് ആവണം ചെയ്യുന്നതിന് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെയും ചെയ്യാം. കാരണം ഞാൻ അതും കൂടി നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് ഒരു ദിവസത്തിനോട് ഞാൻ ഓഫീസിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു പരിപാടിയാണിത്. അല്ലാതെ ഇതിനു വേണ്ടി കുറെ സമയം ചെലവഴിക്കുന്നില്ല. ഓഫീസിൽ പോകാൻ റെഡിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് വയ്ക്കുന്ന സമയത്തോ ആണ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാം ഫ്രീ ആയിട്ടാണ് ഞാനിവിടെ ഈ ക്ലാസ്സുകളൊക്കെ നൽകുന്നത്. അപ്പോ നമ്മളെ വിളിക്കുന്ന പേരെന്താണ്? ആ പേരൊന്ന് എഴുതിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിൽ കിടക്കാം. നോക്കൂ, ബിസിനസ്സിൽ ഓരോ ആളുടെയും നമ്മുടെ ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയാണ്. ടൈം മേക്ക് മണി. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനൊക്കെ നമുക്ക് മണിയായി മാറുന്നത് നമ്മൾ അവിടെ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയം തന്നെയാണ്. സമയവും ഊർജവും മേക്ക് മണി. ടൈം പ്ലസ് എനർജി ഇസ് ഈക്വൽ ടു മണി. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് സക്സസ് ആകുക എന്ന് പറയുന്നത് നമ്മളുടെ സമയത്തെ നമ്മൾ യഥാവിധി നല്ല കൃത്യമായ എനർജി, ഊർജവും ശ്രദ്ധയും നൽകിക്കൊണ്ട് അതിന് പണമാക്കി മാറുമ്പോൾ അത് നമുക്ക് പണമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഇന്ന് പ്രഭാത കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ കാര്യങ്ങൾ എപ്പോഴും വിലയിരുത്തുക എന്നതാണ്. എന്താണ്? ദിവസവും രാവിലെ നമ്മുടെ സാമ്പത്തികമായ ബിസിനസിന്റെ സാമ്പത്തികമായ സ്ഥിതി ഒന്ന് പരിശോധിക്കുക. നമ്മൾക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാ ബിസിനസ് ഓണേഴ്സിനോടും പറഞ്ഞു മതി, നിങ്ങൾ രാവിലെ ഓഫീസിൽ കയറി ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇന്നലെ വരെയുള്ള കണക്ക് എന്താണ്, ഇന്നലത്തെ വിൽപ്പന എന്തായിരുന്നു, ക്യാഷ് ഫ്ലോ എന്താണ്, പ്രധാനപ്പെട്ട നടക്കേണ്ട ബില്ലുകൾ എന്താണ് എന്നിവ പരിശോധിക്കുക എന്നുള്ളത്. അത് ഫസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് എടുക്കുക. അതെന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നമ്മൾ ആ ദിവസത്തെ പ്ലാൻ ചെയ്യാൻ. നമ്മൾ പൊതുവെ പലരും കണ്ടിട്ടുണ്ട്, ബില്ല് വരുമ്പോൾ ബാങ്കിൽ ചെക്ക് വരുമ്പോൾ ഓടും ഇത് എടുക്കാനായിട്ട്. അയ്യോ അവിടെ നിന്ന് അറിയിച്ചാൽ ഇവിടുന്ന് പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കണം, അവിടെ നിന്ന് വിളിക്കണം. ഇതൊന്നും ചെയ്യരുത്. മുൻകൂട്ടി പ്ലാൻ ഉണ്ടാക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അതിന് ആവശ്യം വരില്ല. മുൻകൂട്ടി നമ്മൾ ഫണ്ടിന്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ നമുക്ക് എപ്പോഴും വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നമ്മൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പോൾ പണം സംബന്ധിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. നമ്മൾ സെയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അത് മാത്രമല്ല, സെയിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ ക്യാഷ് ഫ്ലോനെ കൃത്യമായി ഫോക്കസ് ചെയ്യുകയും പേ ചെയ്യേണ്ട ബില്ലിൽ നല്ല ബോധം ഉണ്ടാവുകയും ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ബിസിനസ് ആണ്, നമുക്ക് കസ്റ്റമർ മാത്രം ഉണ്ടായ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റില്ല. സപ്ലയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലയറിങ് കസ്റ്റമറിന് ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് നിങ്ങൾ മാനുഫാക്ചറിങ് കമ്പനിയാണോ മറ്റൊരു രൂപമാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോവും വളരെ കൃത്യമാണെന്ന് അറിയാം. അപ്പൊ അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുക. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്? നമ്മളുടെ ജീവിതത്തിലും ബിസിനസ്സിലുമുള്ള സകല കാര്യങ്ങളും ചിന്തിക്കാൻ കുറച്ച് നിമിഷങ്ങൾ എടുത്തുകൊണ്ട് അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പോസിറ്റീവാക്കി മാറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ബിസിനസ്സിൽ ആ കാര്യത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിത്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ആ വെല്ലുവിളികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് വിട്ടുപോകുമെന്നുള്ളതാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ബിസിനസ് നടന്നില്ലേ, ഓക്കെ, ആ ബിസിനസ് നടക്കാതിരിക്കുന്ന ഗുണകരമായി മാറിയിട്ട് എനിക്ക് അവനക്ക് ആ സെയിൽ ചെയ്യാൻ പറ്റാത്തതിന് നന്ദി, ഇനിയൊരു സമയം വരുമ്പോൾ അവനിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് നന്ദി എന്ന രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകൾ ചെയ്യണം. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിസിനസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് അഥവാ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നോ, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ക്ലൈന്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും എക്സ്പൈസഡ്, അവരൊക്കെ നല്ല ബന്ധം എപ്പോഴും കാത്തിരിക്കാം. ഇപ്പൊ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ അല്ലെങ്കിൽ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലോ കണക്ഷൻ, അങ്ങനെ പല 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 കണക്ഷൻസ് നോക്കുക. അപ്പൊ അത് ഒന്ന് ഇത് ചെയ്യുക എന്നുള്ളതാണ്, കണക്ഷൻ ചെയ്യുക.
ബിസിനസ് ബന്ധങ്ങൾ വളർത്തുന്നതിന് വളരെ പ്രധാനമാണ്. ഒരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, ഹായ് ഹൗ യു എന്നുള്ള ഒരു കവണ് വെക്കുമ്പോൾ അയാൾ അതിന് ഓർക്കുമെന്ന്. 9ാമത്തെ കാര്യം വെച്ചാൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പലരും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അത് ആരോഗ്യകരമാണോ? ഇപ്പൊ ഓഫീസ് ഉച്ചയ്ക്ക് നമ്മൾക്ക് ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ആ സമയത്ത് പോയിട്ട് നമ്മൾ ഒരു ബിരിയാണി കഴിച്ചാൽ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായി നമുക്ക് വർക്ക് ചെയ്യാനുള്ള മൂഡ് പോകും അല്ലെ, കുറയും അല്ലെ, നമുക്ക് ആ ഒരു ആലസ്യം വരും. അപ്പൊ അതവിടെ ചെയ്യാൻ പാടില്ല, മറ്റൊരു സമയത്ത് ചെയ്യാം. അപ്പൊ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാൻ പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണവും അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളും എല്ലാം അത്യാവശ്യമാണ്. അപ്പൊ പലരുടെയും വലിയ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? തിരക്കുണ്ടാകുന്ന സമയത്ത് ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി കളയും. ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെയും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വല്ലാണ്ട് ബാധിക്കുന്ന സാധനമാണ്. തിരിച്ചറിയുക. പ്രഭാത ഭക്ഷണമാണ് നമ്മുടെ ബ്രെയിനിനുള്ള ഭക്ഷണം. അതുകൊണ്ട് നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ ബിസിനസിന്റെ ഏറ്റവും വിജയം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫാണ്. അപ്പൊ സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടാക്കാൻ പ്രഭാത ഭക്ഷണം, പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നന്നായിട്ട് നിങ്ങൾ ആസ്വദിക്കും. പോഷകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിക്കനും മട്ടനും ഒക്കെ എന്നല്ല പ്രഭാത ഭക്ഷണത്തിൽ ഉണ്ടാവുക. അവിടെ നല്ല വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളൊക്കെ പോഷകം കിട്ടാൻ. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും മാക്സിമം വിട്ടു നിൽക്കുക എന്നത്. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പോകുന്ന എന്താണ്? എഴുന്നേറ്റ് ബെഡിൽ നിർത്ത ഓക്കെ ഇത് കഴിഞ്ഞു, ഇല്ല വീണ്ടും പോയി വീണ്ടും. ഇതല്ലേ നമ്മുടെ നമ്മുടെ എനർജിയെ കാർന്ന് തിന്നുന്ന സാധനമാണ്. സോഷ്യൽ മീഡിയ എടുക്കരുത് രാവിലെ ഒരു കാരണവശാലും. അതിന് സമയം പരിശോധിക്കുന്നത്. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെ ശാന്തമാക്കാൻ പോകും. ചില ആൾക്കാരുണ്ട്, നടക്കാൻ പോകും മൊബൈലും കൊണ്ടേ പോകും. ഇങ്ങനെ നടന്നു വന്നതിന്റെ മൊബൈൽ മാത്രമുണ്ട്. അപ്പൊ എടുക്കരുത്. മുമ്പ് നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ എടുക്കാനേ പാടില്ല. അപ്പൊ ഇതിന്റെ വീണ്ടും സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ട്രാക്കിംഗ് ആക്കാനായിട്ട് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് എടുക്കാനേ പാടില്ല. ആർക്കും പാട്ടോ മറ്റോ കേൾക്കാണെങ്കിൽ മാത്രം പോകാം. അപ്പൊ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ദിവസത്തിൽ കൂടുതൽ ശ്രദ്ധ, പാട്ടൊക്കെ കേൾക്കുന്നതേ നല്ലതല്ല നടക്കാൻ. അപ്പൊ നമുക്ക് നടക്കുന്ന എൻവയറമെന്റ് നമുക്ക് അബ്സോർബ് ചെയ്യുക, അതിനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല ആ സമയത്ത്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കുക. നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കുക എന്നുള്ളതാണ്. നടക്കുന്നത് ഇപ്പൊ ജിമ്മ് ചെയ്യുമ്പോഴും അങ്ങനെയായാലും നമുക്ക് മൊബൈൽ ഉപയോഗിക്കാതെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കാം. അപ്പൊ ഈ ശീലങ്ങൾ നമ്മളുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ നമ്മളുടെ ബിസിനസ്സിൽ മാത്രമല്ല വ്യക്തിപരമായ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ഥിരതയാണ് പ്രധാനം. ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസം ചെയ്യില്ല, അടുത്ത ദിവസം ചെയ്ത് പിന്നെ ചെയ്യാൻ, അതുകൊണ്ട് ഒരു ഗുണവും ചെയ്യില്ല. എല്ലാ ദിവസവും കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് വിക്ടറി എന്ന് പറയാം. അപ്പൊ അതിനാൽ ചെറിയ മാറ്റങ്ങൾ തുടങ്ങി പതുക്കെ 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 ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ യു വിൽ ബി അമേസിംഗ് ദർ. അപ്പോൾ എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ബിസിനസിന് അനന്തമായ സാധ്യതകളെ പറ്റി ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഉയർത്താനുള്ള ഒരുപാട് നടപടികൾ ചെയ്യുക. അതിനുവേണ്ടി നമ്മളും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്കുണ്ടാവുന്ന രീതിയിൽ പലതും നിങ്ങൾ പറഞ്ഞു തരാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിനെ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ മറ്റ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി നന്നായിട്ട് പഠിക്കുക. അതിലൂടെ നമുക്ക് നമ്മൾ മാറ്റം ഉണ്ടാക്കും. ഞാൻ സൂം ക്ലാസ്സുകളൊക്കെ, ലൈവ് ക്ലാസ്സുകളൊക്കെ ഈ നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് വരുന്നുണ്ട്. ഈവനിങ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. ഇതിപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ആണ്. സൂമിൽ ഇതേപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ചോദിക്കാം, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ഞാൻ ചില കോൺസെപ്റ്റുകൾ പറയും. അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. നമുക്ക് കുറെ കാലം അങ്ങനെ ബിസിനസ്സിന് അടുത്ത തലങ്ങളിൽ ഉയർത്താനായിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാൻ തയ്യാറാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.